പറഞ്ഞതാണെന്നറിയോ, എന്നെ ആരും ബാച്ചലർ പാർട്ടിക്ക് വിളിക്കാറില്ല. സ്വാഭാവികം. അപ്പം വരെ വിളിച്ചതിനുള്ള തെളിവ് എന്റെ ഉണ്ട്. കൺകുളിർക്കെ കണ്ടോളൂ. എന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ഞാൻ ജിൻഡോയെ വിളിച്ചതിന്റെ തെളിവ് അവന്റെ അടുത്തുണ്ട്. എടാ നിനക്ക് തെളിവുണ്ട്, നീ അത് കാണിക്ക്. ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലെന്ന് ഞാൻ എന്റെ വീടിലൂടെ ഞാൻ പ്രൂഫ് സഹിതം കാണിച്ചു. എടേ എന്റെ ഭാര്യ പറഞ്ഞ നിന്നെ വിളിക്കില്ലെന്ന്. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. ഒറ്റ വാക്കി പറഞ്ഞ ജിൻഡോ ഒരു പെണ്ണ് പിടിയണമെന്നല്ല എനിക്ക് പറയാൻ താല്പര്യം. പെണ്ണ് പിടിച്ചു നടക്കുന്ന ആൾക്കാർ കാണും. ഇത് കൂട്ടിക്കൊടുപ്പുകാരാണ് ജിൻഡോ. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. പിന്നെ നീ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു PR-ന്റെ കാര്യത്തിൽ. ഞാൻ PR ചെയ്തിട്ടില്ല, അതാണ് ഇതാണ്. സിജോയുടെ വീട്ടിൽ വന്നുണ്ടാക്കാന്നല്ല പറഞ്ഞേ. നീ എന്റെ വീട്ടിൽ വരണ്ട, കാരണം അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ജിൻഡോയുടെ ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എന്താണ്? ഒരുപാടുണ്ടല്ലോ. ലേശം വാചകടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ ഒരു രീതി. ദുബായിൽ പോയായിരുന്നല്ലോ. അതായത് ഈ സീസൺ കഴിഞ്ഞ് ടോപ്പ് 5 ആൾക്കാർ ദുബായിൽ പോയി. അന്ന് ദുബായിൽ പോയിട്ട് ഒരു പബ്ബിൽ കയറിയിട്ട് പെണ്ണിനെ കയറി പിടിച്ചു. ആ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇവന്റെ സ്ഥിരം പരിപാടി എന്താണെന്നറിയാവോ? നല്ല ലുക്ക് ഉണ്ടല്ലോ കാണാനായിട്ട്. എന്താ സിനിമയിൽ ട്രൈ ചെയ്ത് അപ്പൊ അവര് പറയല്ലേ കേട്ടോ. കാരണം ഈ ഫോട്ടോഷൂട്ടിൽ വരുന്ന മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? എല്ലാം തകർന്നു. ഇത് പോരാ, ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. അപ്പൊ അതിന് എനിക്കൊരു ആദ്യം നിങ്ങളുടെ ഒരു ന്യൂഡ് ഫോട്ടോ എനിക്ക് അയച്ചു തരണം. എവിടെയൊക്കെയാണ് ഫാറ്റ് ഉള്ളതെന്ന് എനിക്ക് അറിയണം. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ബ്രോ ഇപ്പൊ എനിക്ക് ചോദിച്ചത് ജിൻഡോ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ തോന്നി? നാക്കിനെല്ലില്ലാത്ത ഒരു ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന ഒരു അലവലാതി ആയതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല. അവനങ്ങനെ നിന്റെ മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നല്ലേ?